1923 ജർമ്മനി. രാവിലെ മുതൽ ഒരു ബേക്കറിക്ക് മുന്നിൽ നീണ്ട ക്യൂ. എല്ലാവരുടെയും കയ്യിൽ പണം, പക്ഷേ ആ പണത്തിന് വിലയില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകൻ്റെ കൈ പിടിച്ച് ക്യൂവിൽ നിൽക്കുകയാണ്. "അച്ഛാ, എനിക്ക് വിശക്കുന്നു," ആ ചെറിയ കുട്ടി പറഞ്ഞു. അച്ഛൻ ഒന്നും പറഞ്ഞില്ല, കാരണം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം ഇന്നലെ വരെ ഒരു കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ മതിയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു റൊട്ടി വാങ്ങാൻ പോലും പോരാ. ജനങ്ങളുടെ ജീവിതം ഓരോ ദിവസവും കൂടുതൽ ദുഷ്കരമായി. ജോലിയില്ല, ഭക്ഷണമില്ല, പ്രതീക്ഷയില്ല. ഓരോ രാത്രിയും ആളുകൾ ഒരേ ചോദ്യം ചോദിച്ചു: ഞങ്ങളുടെ രാജ്യം ഇങ്ങനെ ആയത് എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആരും വന്നില്ല. പക്ഷേ ഒരു ദിവസം ഒരു ചെറിയ ഹാളിൽ ഒരു മനുഷ്യൻ വേദിയിലേക്ക് നടന്നു കയറി. അയാളെ കേൾക്കാൻ വന്നത് വെറും കുറച്ച് ആളുകൾ മാത്രം. ആരും കരുതിയില്ല ഈ മനുഷ്യൻ്റെ വാക്കുകൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ ഭാവി മാറ്റിമറിക്കുമെന്ന്. ആ മനുഷ്യൻ്റെ പേര് അഡോൾഫ് ഹിറ്റ്ലർ. ആദ്യ ദിവസം ആ ചെറിയ ഹാളിൽ ഉണ്ടായിരുന്നത് കുറച്ച് ആളുകൾ മാത്രം. ആരും വലിയ പ്രതീക്ഷയോടെ വന്നതല്ല. ചിലർ വെറുതെ കേൾക്കാൻ, ചിലർ സമയം കളയാൻ. പക്ഷേ ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുഴുവൻ ഹാളും നിശബ്ദമായി. "നിങ്ങൾ ദരിദ്രരായത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, ജർമ്മനി ദുർബലമായതുകൊണ്ടല്ല. ആരോ നമ്മളെ ഈ അവസ്ഥയിലാക്കി." ആ വാക്കുകൾ അവിടെ ഇരുന്ന പലരുടെയും മനസ്സിൽ തട്ടിക്കയറി. കാരണം അവർക്ക് ആരെങ്കിലും പ്രതീക്ഷ നൽകണമെന്നായിരുന്നു ആഗ്രഹം. പ്രസംഗം കഴിഞ്ഞപ്പോൾ കുറച്ചുപേർ കൈയടിച്ചു. അടുത്ത ആഴ്ച അതിലും കൂടുതൽ ആളുകൾ വന്നു. വീണ്ടും പ്രസംഗം, വീണ്ടും കയ്യടി. അങ്ങനെ ഓരോ ദിവസവും ആൾക്കൂട്ടം കൂടിക്കൊണ്ടുവന്നു. പത്രങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ജനങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി: "ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു നോക്കൂ." അല്പം കഴിഞ്ഞപ്പോൾ ചെറിയ ഹാളുകൾ മതിയാകാതെ വന്നു. വലിയ മൈതാനങ്ങളിൽ പ്രസംഗങ്ങൾ തുടങ്ങി. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, പിന്നീട് ലക്ഷക്കണക്കിന് ആളുകൾ. അദ്ദേഹം ഓരോ പ്രസംഗത്തിലും ഒരേ കാര്യം ആവർത്തിച്ചു: "ജർമ്മനിയെ ഞാൻ വീണ്ടും ശക്തമാക്കും. നിങ്ങൾക്ക് ജോലി കിട്ടും. നമ്മുടെ രാജ്യം വീണ്ടും ലോകം ബഹുമാനിക്കും." പ്രതീക്ഷ നഷ്ടപ്പെട്ട പലർക്കും ആ വാക്കുകൾ സത്യമായി തോന്നി. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. ആ വാക്കുകൾക്കൊപ്പം വെറുപ്പും പതുക്കെ വളരാൻ തുടങ്ങിയിരുന്നു. അതാണ് പിന്നീട് ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ദുരന്തത്തിലേക്ക് നയിച്ചത്. ദിവസങ്ങൾ കടന്നുപോയി. ജർമ്മനിയിൽ ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. തെരുവുകളിൽ ഒരേ ഒരു പേരായിരുന്നു കേട്ടിരുന്നത്: ഹിറ്റ്ലർ. ജോലിയില്ലാതെ അലഞ്ഞു നടന്നിരുന്ന ഒരാൾ പറഞ്ഞു: "അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം." ഒരു കടയുടമ പറഞ്ഞു: "ഇനി കാര്യങ്ങൾ മാറും." ഒരു യുവാവ് പറഞ്ഞു: "എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യും." ഇങ്ങനെ ഓരോ ദിവസവും കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ ഹിറ്റ്ലർ ജനങ്ങളുടെ വിശ്വാസം മാത്രം നേടിയില്ല. അവരുടെ കോപവും ഭയവും നിരാശയും അതെല്ലാം തൻ്റെ ശക്തിയാക്കി മാറ്റി. ഒരു പ്രശ്നം വന്നാൽ അദ്ദേഹം എപ്പോഴും ആരെയെങ്കിലും കുറ്റപ്പെടുത്തി. ഇതിനു കാരണം ഇവരാണ്, രാജ്യത്തെ നശിപ്പിച്ചത് അവരാണ്. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ പതുക്കെ വെറുപ്പിൻ്റെ വിത്ത് വധിച്ചു. ആദ്യത്തിൽ ആർക്കും അത് അപകടമാണെന്ന് തോന്നിയില്ല. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ പതുക്കെ വെറുപ്പിൻ്റെ വിത്ത് വിതച്ചു. ആദ്യത്തിൽ ആർക്കും അത് അപകടമാണെന്ന് തോന്നിയില്ല, കാരണം അവർ കണ്ടത് പുതിയ പ്രതീക്ഷ മാത്രമായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയുടെ പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് രൂപം കൊണ്ടിരുന്നു. അധികം വൈകാതെ ആ മനുഷ്യൻ ജർമ്മനിയിലെ ഏറ്റവും ശക്തനായ നേതാവാകാൻ പോകുകയായിരുന്നു. അതോടെ ലോകചരിത്രം തന്നെ മാറാൻ പോകുകയായിരുന്നു. 1933 ആ ദിവസം ജർമ്മനിയുടെ ചരിത്രം തന്നെ മാറി. ആയിരങ്ങൾ തെരുവുകളിൽ ആഘോഷിക്കുകയായിരുന്നു. കൊടികൾ പാറുന്നു, മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. ആളുകൾ സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു: ജർമ്മനിക്ക് പുതിയ നേതാവ് കിട്ടി. ഹിറ്റ്ലർ ഇപ്പോൾ രാജ്യത്തിൻ്റെ ചാൻസലറായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ശരിക്കും മാറ്റം കാണാൻ തുടങ്ങി. അടഞ്ഞുകിടന്ന ഫാക്ടറികൾ വീണ്ടും തുറന്നു. പുതിയ റോഡുകൾ പണിതു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിച്ചു. കടകൾ വീണ്ടും തുറന്നു. ജനങ്ങളുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു പുഞ്ചിരി തിരികെ എത്തി. അവർ പറഞ്ഞു: "ഞങ്ങൾ ശരിയായ ആളെയാണ് തിരഞ്ഞെടുത്തത്." പക്ഷേ എല്ലാവരും കണ്ടത് ഈ മാറ്റങ്ങൾ മാത്രമായിരുന്നു. അവർ കാണാതെ പോയത് മറ്റൊരു ജർമ്മനി പതുക്കെ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിറ്റ്ലറെ വിമർശിച്ചവർ ഓരോരുത്തരെ അപ്രത്യക്ഷരാകാൻ തുടങ്ങി. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ ഇല്ലാത്ത ആ കാലത്ത് ജനങ്ങളുടെ പ്രധാന വാർത്താ മാധ്യമങ്ങൾ എല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി. ജനങ്ങൾ കേൾക്കുന്നത് സർക്കാർ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ മാത്രം. എതിർത്ത് സംസാരിച്ചാൽ അറസ്റ്റ്, ചോദ്യം ചെയ്താൽ ജയിൽ. അങ്ങനെ പതുക്കെ ഭയം ജർമ്മനിയെ കീഴടക്കാൻ തുടങ്ങി. പക്ഷേ രാജ്യത്തിന് പുറത്തുള്ള ലോകം ഇതൊന്നും പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല. കാരണം യഥാർത്ഥ ദുരന്തം ഇനി തുടങ്ങാനിരിക്കുകയായിരുന്നു. 1939 ജർമ്മനിയിലെ ജനങ്ങൾ ഉറക്കത്തിലായിരുന്നു. പക്ഷേ അതിർത്തിക്കപ്പുറം ലക്ഷക്കണക്കിന് സൈനികർ തയ്യാറായി നിൽക്കുകയായിരുന്നു. ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ, തോക്കുകൾ എല്ലാം ഒരേ ഒരു ഉത്തരവിനായി കാത്തിരുന്നു. പുലർച്ചെ ആ ഉത്തരവ് വന്നു: മുന്നോട്ട്. ഒരു നിമിഷം കൊണ്ട് ജർമ്മൻ സൈന്യം പോളണ്ടിലേക്ക് ഇരിച്ചു കയറി. ആരും പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ. ഗ്രാമങ്ങൾ വീണു, നഗരങ്ങൾ തകർന്നു, ജനങ്ങൾ ജീവനുമായി ഓടി. ലോകം ഞെട്ടി. ഇതൊരു ചെറിയ ആക്രമണമാണോ, അതോ മറ്റൊരു ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കമോ? ഉത്തരം അധികം വൈകിയില്ല. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. പക്ഷേ ഇതായിരുന്നു തുടക്കം മാത്രം. അടുത്ത 6 വർഷങ്ങൾ ലോകം മുമ്പൊരിക്കലും കാണാത്ത ദുരന്തം കണ്ടു. നഗരങ്ങൾ കത്തി, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തകർന്നു, കോടിക്കണക്കിന് നിരപരാധികൾ ജീവൻ നഷ്ടപ്പെട്ടു. ഒരിക്കൽ
ഞാൻ രാജ്യം രക്ഷിക്കും എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇപ്പോൾ ലോകത്തെ തന്നെ തീയിൽ ചുട്ടിരിക്കുകയായിരുന്നു. 1945 ഒരിക്കൽ ലോകത്തെ വിറപ്പിച്ചിരുന്ന ജർമ്മനി ഇപ്പോൾ തകർന്നു കിടക്കുകയായിരുന്നു. ഒരിക്കൽ ജനക്കൂട്ടം നിറഞ്ഞിരുന്ന തെരുവുകൾ ഇപ്പോൾ കത്തിക്കരിഞ്ഞ കെട്ടിടങ്ങൾ മാത്രം. ഫാക്ടറികൾ നിശബ്ദം, സ്കൂളുകൾ അടഞ്ഞു, വീടുകൾ തകർന്നു, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ആകാശത്ത് ശത്രുരാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ, നിലത്ത് 4 ഭാഗത്തു നിന്നും മുന്നേറുന്ന സൈന്യം. ഒരിക്കൽ ലോകം മുഴുവൻ കീഴടക്കുമെന്ന് കരുതിയ ഹിറ്റ്ലർ ഇപ്പോൾ ഒരു ഭൂഗർഭ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പുറത്ത് തോക്കുകളുടെ ശബ്ദം, സ്ഫോടനങ്ങൾ, ഓരോ മിനിറ്റിലും ശത്രു സൈന്യം അടുത്തുകൊണ്ടിരുന്നു. അവസാനം 1945 ഏപ്രിൽ 30 ആ ദിവസം ആ ഭൂഗർഭ മുറിക്കുള്ളിൽ ഹിറ്റ്ലറുടെ ജീവിതം അവസാനിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ജർമ്മനി കീഴടങ്ങി. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. പക്ഷേ ആ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചിരുന്നു. അനവധി നഗരങ്ങൾ ഭൂമിയിൽ നിന്നും മാഞ്ഞുപോയിരുന്നു. എണ്ണമറ്റ കുടുംബങ്ങൾ തകർന്നിരുന്നു. ചരിത്രം ഒരു വലിയ പാഠം പഠിച്ചു. ഒരു നേതാവിനെ അന്ധമായി വിശ്വസിക്കുമ്പോൾ അതിൻ്റെ വില ഒരു രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഹിറ്റ്ലറുടെ കഥ ഒരു മനുഷ്യൻ്റെ കഥ മാത്രമല്ല, ചരിത്രം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ലോകം ഓർമ്മിപ്പിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ ചരിത്രകഥകളും ലോകത്തെ മാറ്റിമറിച്ച സംഭവങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.